നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇന്ന് കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് മാനസിക പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്വന്തം പ്രയത്നത്തിൽ ജീവിത വിജയത്തിലോട്ട് വരുന്നവരുടെ എനർജിയാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ ഒരു കാറ്റും കോളും ഒക്കെ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ശാന്തി തേടി മുന്നോട്ട് പോകുവാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ അതിനായി തയ്യാറെടുപ്പുകൾ നടത്തുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. വളരെ പക്വതയോടെ ചിന്തിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ ഈ തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും എല്ലാ ഇമോഷൻസിനെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താണ് ഇനി ലൈഫിലോട്ട് വരുന്നതെന്നോ എന്നും ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ ആണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഈ യാത്ര നിങ്ങൾക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് തരാനും വേണ്ടി നിങ്ങളുടെ കൂടെ ഡിവൈൻ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. പിന്നെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്തിലൂടെ മാത്രം നിങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ ചലഞ്ചസിനെയും മറികടക്കാൻ കഴിവുള്ളവരാണ് എന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സെൽഫ് ഡൗട്ട്, ആശങ്കകൾ, പേടി ഇതിനെല്ലാം ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉൾക്കരുത്ത് ഉള്ളവരാണ് നിങ്ങളെന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് നിന്നും സഹായിക്കുന്നതിന് ഇവിടെ ഡിവൈൻ തന്നെയാണെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ ആത്മധൈര്യവും ശാന്ത സ്വഭാവവും കാരണം നിങ്ങൾക്ക് മുന്നിൽ പല തടസ്സങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുന്ന പല തടസ്സങ്ങളെയും മാറ്റി നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പാത ഏതാണോ അത് നിങ്ങളുടെ മുന്നിൽ തുറന്നു വരുന്നതിന് ഒരു കാരണമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. അത്രയേറെ സ്ട്രെങ്ത് ഉള്ളവരാണ് നിങ്ങളെന്നിവിടെ ഡിവൈൻ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യാനുള്ള ഒരു സെൽഫ് കൺട്രോൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ഇപ്പോൾ സ്വയം കണ്ടെത്താനുള്ള ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ സ്വന്തം സോളുമായിട്ട് കണക്റ്റായി പല ഡീപ്പർ നോളജും കണ്ടെത്താനുള്ളൊരു സമയമാണിത്. ഈ സമയം നിങ്ങൾ പല രീതിയിലും ഒറ്റപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ ഒരു ചെറിയ മാറ്റവും അതുപോലെ ഒറ്റപ്പെടലും ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരാം. ആ ഒരു ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിവൈനായിട്ട് തന്നെ തരുന്നതാണ്. നിങ്ങളിൽ തന്നെ കൂടുതൽ കണക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഡിവൈൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത്, പൂർവ്വജന്മങ്ങളിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഉത്തരം നിങ്ങൾക്ക് സ്വയം മനസ്സിലാകാൻ കഴിയുന്ന ഒരു ടൈം പീരീഡ് കൂടെയാണിത്. എല്ലാത്തിനുമുള്ള ഉത്തരം നിങ്ങൾ അന്വേഷിച്ചു പോകാതെ തന്നെ നിങ്ങൾക്ക് സ്വയം റിവീലായി വരുന്ന ഒരു സമയം കൂടിയാണിതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ തിരിച്ചറിയുന്നത് പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി വഴികാട്ടി ആകേണ്ടവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യേണ്ടവരാണ്, അവരെ കൂടെ ഹെൽപ്പ് ചെയ്യേണ്ടവരാണ് നിങ്ങൾ എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഡിവൈൻ തരുന്നത്. ഇവിടെ നിങ്ങളൊരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തിലൂടെ ഒരു പുതിയ കോഴ്സ് പഠിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് പരമ്പരാഗതമായ ഒരു ആത്മീയ പഠനത്തിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളതിൽ പാണ്ഡിത്യം നേടുന്നതായിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ പൂർവ്വജന്മങ്ങളിലും ഇത്തരം ആത്മീയ പഠനങ്ങളിൽ നൈപുണ്യം നേടിയവരായിരുന്നു എന്നാണ്. അപ്പം നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായിട്ട് കുറേയേറെ ആത്മീയ പഠനങ്ങൾ നടത്തിയവരാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് ഡിവൈൻ. നിങ്ങൾ പൂർണ്ണമായും ഒരു ആത്മീയ ആചാര്യനായിട്ട് മാറുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങൾ പഠിച്ച ആത്മീയ പാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ
വർദ്ധിച്ച ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലോട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടേതായ തനതായ ശൈലിയിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള മാജിക്കൽ പവറിനെ എല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെല്ലാം ആർജിച്ചെടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ ക്വാളിറ്റീസിൽ നിങ്ങളുടെ ഈ ക്വാളിറ്റീസിൽ അട്രാക്റ്റഡ് ആയിട്ട് ധാരാളം ആളുകൾ നിങ്ങളിലോട്ട് ശ്രദ്ധ കൊണ്ടുവരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. വളരെയധികം സമാധാനത്തോടെയും പക്വതയോടെയും എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങളിവിടെ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷനും ആകുന്നുണ്ട് നിങ്ങൾ എന്നിവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ ചില ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് നിങ്ങൾക്കൊരു വലിയൊരു ആഘാതം സൃഷ്ടിച്ചതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഓവർകം ചെയ്യുന്നതിന് നിങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തരണം ചെയ്യേണ്ടി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ സ്ട്രഗിൾസിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്തായിട്ട് തന്നെ നിങ്ങൾക്കായിട്ട് ആളുണ്ട് എന്ന് ഇവിടെ ഡിവൈൻ പറയുന്നുണ്ട്. പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല എന്നാണ് ഇവിടെ അറിയാൻ പറ്റുന്നത്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിക്കുക, എന്താണ് വഴി എന്നുള്ളതെല്ലാം ഒന്ന് ആലോചിക്കുക. പിന്നെ നിങ്ങൾ ഇപ്പോഴും മണി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പനോ മണിക്ക് വേണ്ടി ചൊല്ലുക. അതായത് ഐ എം സോറി മണി, പ്ലീസ് ഫോർഗിവ് മീ മണി, താങ്ക് യു മണി, ഐ ലവ് യു മണി. ഇത് ഡെയിലി 108 തവണ ചൊല്ലുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി മാറ്റമുണ്ടാകും. ഈ മണി ബ്ലോക്കേജസ് ഇപ്പം അനുഭവിക്കുന്നവർക്ക് ഒത്തിരി മാറ്റം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗ് വേണം എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ പണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച അതുപോലെ തന്നെ അത് നടക്കാതെ പോയ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. ആ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ നിങ്ങളെ ഒന്ന് പുറകിലോട്ട്, നിങ്ങളുടെ ഈ പാത്തിൽ നിന്ന് നിങ്ങളൊന്ന് പുറകിലോട്ട് വലിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റാൻ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ കേട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. 21 ഡേയ്സ് ചെയ്ത് നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കംപ്ലീറ്റ് ആക്കുക. പിന്നെ നിങ്ങൾ എന്ത് പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നിരുന്നാലും സത്യം, നീതി, ധർമ്മം ഇത് വിട്ട് ജീവിക്കാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഡിവൈൻ തരുന്നുണ്ട്. ഈ തീരുമാനം നിങ്ങളെ കൂടുതൽ ഉജ്ജ്വലമായിട്ടുള്ള വഴികളിലോട്ട് എത്തിച്ചു തരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഗുഡ് കർമാസും ബാഡ് കർമാസും തമ്മിലുള്ള ഒരു ബാലൻസിങ് നടക്കുന്നൊരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഉറപ്പായിട്ടും വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്ത് സാഹചര്യം നിങ്ങളുടെ മുന്നിൽ വന്നിരുന്നാലും നിങ്ങൾ സത്യം, ധർമ്മം എന്നിവയിൽ ഉറച്ചു നിൽക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നിവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കഠിനമായ നിരന്തരമായ പരിശ്രമം നിങ്ങൾക്ക് വളരെ സ്ഥിരതയുള്ളൊരു വിജയം കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു സ്ലോ പ്രോസസ്സ് ആണെങ്കിലും തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല ഒരു ഉറച്ച വിജയം നിങ്ങൾക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. ബാക്കി കാര്യമെല്ലാം യൂണിവേഴ്സ് നോക്കിക്കോളും. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ പാത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ നിയോഗമാണ്. അത് നിങ്ങളെ ഡിവൈൻ അങ്ങോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഡിവൈനെ പൂർണ്ണമായിട്ടും നിങ്ങൾ വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ഇവിടെ കാണാൻ പറ്റുന്നത് ഇമോഷണൽ മെച്യൂരിറ്റിയിലിട്ട് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എന്ത് വന്നാലും ഇനി ഒന്നും അഫക്റ്റ് ചെയ്യില്ല എന്ന വിധത്തിലുള്ളൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ട് നിങ്ങൾ വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നേറുന്ന നിങ്ങൾ ഒരു വഴിവിളക്ക് പോലെ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുത്ത് ഇമോഷണൽ മെച്യൂരിറ്റിയിലോട്ട് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒത്തിരിയേറെ വെല്ലുവിളികളൊക്കെ അനുഭവിച്ച ജീവിതത്തിൽ നിന്നും ഒരു സ്വസ്ഥവും സ്ഥിരവുമായിട്ടുള്ള ഒരു ലൈഫിലോട്ട് നിങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത്. കൂടുതലും ആത്മീയ യാത്ര തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് പ്രീ പ്ലാൻഡ് ആണ്.
നിങ്ങൾ മുൻ ജന്മങ്ങളിലും ഇതേ പാത്ത് ഫോളോ ചെയ്തിരുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ആർജിച്ചിട്ടില്ലാത്ത പല നോളജും പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന നോളജും നിങ്ങളുടെ ലൈഫിലോട്ട് ഓപ്പണായിട്ട് വരുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ ധാരാളം സമയം കണ്ടെത്തുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് ഡിവൈൻ മെസ്സേജ് തരുന്നതാണ്. അപ്പോൾ ഈ പ്രോസസ്സിനെയും നിങ്ങൾ സ്വയം നിങ്ങളെയും വിശ്വസിക്കുക. നിങ്ങളുടെ സോൾ പ്രോസസ്സിനെയും സോൾ പ്ലാനിങ്ങിനെയും ഡിവൈൻ പ്ലാനിങ്ങിനെയും അടിയുറച്ച് വിശ്വസിച്ച് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവാട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇനി ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു പറയുന്ന ടിപ്സാണ്. ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. നിങ്ങൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. നിങ്ങൾക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനായിരുന്നാലും നിങ്ങളുടെ ഹെൽത്തിനായിരുന്നാലും വെൽത്തിനായിരുന്നാലും കരിയറിനായിരുന്നാലും എന്ത് കാര്യം നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടോ ഇത്രയും നാൾ, അത് കഴിക്കുന്ന ഫുഡിനായിരുന്നാലും ഇപ്പോൾ ഈവൻ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിനായിരുന്നാലും നിങ്ങൾ നന്ദി പറയുക. അത് അടുത്തത് ഗ്രൗണ്ടിങ് ആണ്. പ്രകൃതിയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ പ്രകൃതിക്ക് വേണ്ടി നല്ല പ്രകൃതിയുമായി നിങ്ങൾ ഒന്ന് മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. ഗ്രൗണ്ടിങ് ചെയ്യുക. പിന്നെ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും നിങ്ങൾ ക്ഷമ കൊടുക്കുക, ഫോർഗിവ്നെസ് കൊടുക്കുക. ഡയറക്റ്റായിട്ടല്ല, നിങ്ങൾ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഡീപ്പർ ലെവലിൽ പോകുമ്പോഴേക്കും അവരുടെ സോളിനോട് നിങ്ങൾ മാപ്പ് പറയുക. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള കർമ്മകളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഹോപ്പിനോപ്പിനോ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ചൊല്ലുക. അതുപോലെ തന്നെ മണി ബ്ലോക്കേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോപ്പിനോപ്പിനോ യൂണിവേഴ്സിന് എന്ന് പറയുമ്പോഴേക്കും ഐ എം സോറി യൂണിവേഴ്സ്, പ്ലീസ് ഫോർഗിവ് മീ യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് യു യൂണിവേഴ്സ്. ഇത് 108 തവണ ചൊല്ലുക. മണി ബ്ലോക്കേജസ് ഉള്ളവർ അതും കൂടെ ചൊല്ലുക. പിന്നെ നിങ്ങൾ ഹീലിംഗ് പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഹീലിംഗ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് അതെല്ലാം ഒരു ലെറ്ററിൽ എഴുതുക. ആ ലെറ്റർ ഡിവൈന് സമർപ്പിക്കുക, കത്തിച്ച് കളയുക. പിന്നെ ഒരു ഇമോഷൻ നിങ്ങൾ കൊണ്ടു നടക്കാൻ പാടില്ല. ആ ഇമോഷൻ അവിടെ തീർന്നു, എല്ലാം അവിടെ സോൾവ് ആയി എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ കൊണ്ടുവരിക. അത് യൂണിവേഴ്സിനോട് അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഇന്ന് തരാനുള്ള ഗൈഡൻസ്. നിങ്ങൾ വിചാരിക്കുന്ന ആളെ അല്ല, നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. വിശ്വസിക്കുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.